മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ തുറന്നു. കോവിഡ് രണ്ടാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 26 അടച്ച മദ്യവിൽപ്പനശാലകളാണ് ഇന്ന് വീണ്ടും തുറന്നത്. സാധനം കിട്ടിയിട്ടാ വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളംകളി തുടങ്ങിയാലോ? ഇത് കഴിച്ചിട്ട് വേണം. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളല്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായിട്ട്. 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ തുറന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. ആപ്പ് വഴിയുള്ള ബുക്കിംഗ് ഒഴിവാക്കിയെങ്കിലും സാമൂഹിക അകലം ഉറപ്പുവരുത്തണമെന്ന് എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. അയ്യോ അതിന് പിന്നെ ആയിക്കോട്ടെ, ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ഭയങ്കര കോപ്പറേറ്റീവാ. ലോക്ഡൌണിനെ തുടർന്ന് 51 ദിവസം അടഞ്ഞുകിടന്ന ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറന്നപ്പോൾ വിറ്റത് 52 കോടിയുടെ മദ്യം. എന്തിനാണാവോ പുറപ്പാട്? നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിലൊരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. എൻജോയ്. സീസൺ കാലയളവിൽ ഉള്ളതിനേക്കാൾ റെക്കോർഡ് വിൽപ്പനയാണ് ഇന്നലെ നടന്നത്. ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കണ ഇവനെ പോലുള്ളവർക്ക് പറ്റുള്ളൂ. മേലിങ്ങനെ നോക്കണ്ടല്ലോ, വന്നാളും കിട്ടിയ കാശ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. സംസ്ഥാനത്ത് നാളെ മുതൽ ബാറുകൾ അടച്ചിടും. എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? സംസ്ഥാനത്ത് നാളെ മുതൽ ബാറുകൾ അടച്ചിടും. വെറുതെ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. വെയർഹൌസ് മാർജിൻ ബെവ്കോ വർദ്ധിപ്പിച്ചത് കനത്ത നഷ്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ തീരുമാനം. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മല്ലയ്യ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും മദ്യവിൽപ്പന നിർത്തിവച്ചേക്കും. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ. അതാണ് വയനാട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്.